வயநாடு நிலச்சரிவில் நண்பர்களை இழந்த பள்ளி மாணவர் அபிஜித் முகாமில் தனது குடும்பத்தினருடன் மேப்பாடி முகாமில் தங்கியுள்ளார். இந்நிலையில் நிலச்சரிவில் பாதிக்கப்பட்டவர்களுக்கு உதவி செய்ய வந்த அஜ்மல் என்பவருடன் நட்பு ஏற்பட்டது. பள்ளிக்கூடம் மற்றும் நண்பர்களை இழந்து வேதனையில் தவிக்கும் அபிஜித்தை நண்பனாக ஏற்ற அஜ்மல் துயரத்திலிருந்து அவரை மீட்கும் வகையில் கேரம்போர்டு வாங்கி அதில் இருவரும் விளையாடுகின்றனர். தனது நண்பன் அபிஜித்துக்கு தேவையான உதவிகளை செய்ய இருப்பதாக அஜ்மல் தெரிவித்தார். സംഭവം எப்படி நடந்துச்சு? அந்த சம்பவத்தில் யாராவது மாட்டினீங்க? இவங்க எப்படி வந்தார்? അത് ഞങ്ങളെ ആർമിക്കാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്ത്യൻ നേവി ആൾക്കാരാണ് ഞങ്ങളെ അങ്ങോട്ട് കരസേന വന്ന് ഞങ്ങളെ വഴിയൊക്കെ നന്നാക്കി വൃത്തിയാക്കി അവിടുന്ന് ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾ ഫ്രണ്ട്സ് ഏതെങ്കിലും വെള്ളത്തിൽ പോയി? ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി എല്ലാം ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ സേഫാണ്. രാവിലെ വന്ന്, അതായത് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ എത്തി ഇങ്ങനെ ജസ്റ്റ് ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഒരു പള്ളിയിൽ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ വന്ന് അപ്പോൾ അഭിജിത്ത് ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു ഫോണായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അഭിജിത്തിന് ഇവിടുന്ന് ഒരു ഫോണും സിമ്മും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിജിത്തിന് കൂട്ടുകാരും റിലേറ്റീവ്സിനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പം സിമ്മ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. ഒരു 10 മിനിറ്റ് പരിചയമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെറുതെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളിക്കാമെന്ന് കരുതി രണ്ടാളും കളിച്ചു തുടങ്ങി. അഭിജിത്തിനുடைய വീട്ടിൽ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അവർ ഇന്ന് പഠിക്കാൻ പോയപ്പോൾ അവർ പഠിപ്പ് കളിക്കുന്നില്ല. കഴിയുകയാണെങ്കിൽ സാധിക്കും. അഭിജിത്ത് പറഞ്ഞത് അവൻ്റെ സ്കൂളൊക്കെ പോയി, കൂടെ പഠിച്ച ഫ്രണ്ട്സ് പോയി, ക്ലാസ്സിലെ ലീഡർ ഉണ്ട് മരിച്ചുപോയി, തൊട്ടടുത്തിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് പോയി. അപ്പം ഇനി സ്കൂളിലേക്ക്, ആ ഒരു സ്കൂളിലേക്ക് പോകുന്നതും പഠിക്കുന്നതൊന്നും അഭിജിത്തിന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെങ്കിലും ഇനിയിപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ്, അഭിജിത്തിനെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോടൊക്കെ പെരുമാറിയതെന്ന് പറഞ്ഞു. അപ്പം ഇനി ഒരു സ്കൂൾ ലൈഫൊക്കെ അഭിജിത്തിന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പഴയ ഫ്രണ്ട്സും വീടും നാടൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. செய்திகளை உடனுக்குடன் தெரிந்து கொள்ள உடனே சப்ஸ்கிரைப் பண்ணுங்க.